ദേവരാജ, ஐயா. ഡിക്കിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് സൂക്ഷിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാ. சரிங்க ஐயா. ഏമാനിക്കറേടാ. കോവില് തിരക്കധികം ഉണ്ടായിരുന്നണ്ണാ? ഉണ്ടായിരുന്നോന്നു. 1 കിലോമീറ്റർ നീളത്തിലായിരുന്നു ക്യൂ, ഒരേ കൂട്ടം. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതെ, വിശ്വംഭരയരെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണു നിറച്ച് കണ്ടതുള്ളൂ. വഴിപാടും കഴിച്ചു. ഇതാ പ്രസാദം. അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ? മീനാക്ഷിക്കുള്ള ഷോള് തുന്നിക്കഴിഞ്ഞെന്ന് അറിയാനായിരിക്കും. അത്ത കണ്ടോ? അതെങ്ങനെയാ? ആരും കാണിക്കണ്ടെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ആ, கடவுளுக்கிட்ட மரதகை என்ன கேட்டான்னு தெரியுமா? എന്നെ കേട്ടേ? அது மட்டும் சொல்ல மாட்டேன். ஏய் சொல்லண்டி. അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന്. നില്ലടി, ശരത് കുമാറാ? ചിന്ന പൊണ്ണ് ആസയോ പെരിസ് ഉണ്ണ വരുതാണ്ടി. ഏകാംബര കോയില് മാത്രമേ പോയുള്ളൂ? അല്ല, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു. முருகன் கோயில கூட கும்பிட்டு போலான்னு சொன்னேன். யாரு கேக்குறாங்க? സുബ്രഹ്മണ്യനിക്കും 2 പൊണ്ടാട്ടി, ഏകാംബരത്തിനും 2 പൊണ്ടാട്ടി. ആരെങ്കിലും ഒരാളെ തൊഴുതാ പോലെ. ഏകാംബരൻ എങ്ങനെ 2 ഭാര്യമാര്? പാർവതി മാത്ര ഭാര്യ. எங்க பொண்டாட்டி இல்லையா? ആ, ജടയ്ക്കുള്ളിൽ ഇരിക്കുന്ന കള്ളക്കാതിൽ എങ്ങനെ പൊണ്ടാട്ടി ആവോടി? யாரு കള്ളക്കാതിലേ? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കരുത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരേണ്ട വീട്ടിലേക്ക്. ഇതാ പറയുന്നത്, 2 തല തമ്മിൽ ചേരും. പക്ഷെ 4 കാഞ്ചി. ഓ, ഞാനൊരു പഴഞ്ചൊല്ലി പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? ആ മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ്ങ് എത്തുന്നാ പറഞ്ഞത്. ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? അയാളുടെ നമ്പറും കൊടുത്തു, അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി വിളിക്കാനോ? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ. എന്തായാലും ഒരു വരട്ടെ. അതിനു മുമ്പ് പൊലകുളിയുടെ കാര്യം ഏർപ്പാടാക്കണം. പൊലവിളിയോ? ആരുടെ? അല്ല, പുലികളി. ആ, നീ പൊക്കോ. അവനോടാ പോവാൻ പറഞ്ഞേ. കാഞ്ചിനാഥാ, ഇത് തുറക്ക്. എന്താണ് അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടിത്തം, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനുണ്ട്? ഇതാരുടെയാ? പുറം നാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള 2 പേര് ഇരിക്കട്ടെ. ഈ ദരിദ്രവാസികളാണ് അയ്യാവിടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാൽ ഒരു തറവാടിത്തോക്കെ വേണ്ടേ? അതുകൊണ്ട് അയ്യാ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ. നല്ല കാശം ചെലവാക്കി. ഈ അയ്യാവിടെ ഒരു ബുദ്ധി. നീ അത് 2 ഏതെങ്കിലും മൂലയ്ക്ക് കളഞ്ഞിട്ട് നീ ഇത് 2 എടുത്ത് അവിടെ തൂക്കും. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനെന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായി അണ്ണം പറയുന്ന എണ്ണം കൊണ്ടുപോയി അണ്ണന്റെ വീട് തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ നിന്റെ തലേ കേറില്ല. കാഞ്ചി, നീ ഇത് 2 വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില്. എന്തൊരു ഭാരം. അത്തേ മീനാക്ഷി ചെന്നൈന്ന് എപ്പോ വരും? 4 മണിയുടെ ട്രെയിനിന്. ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലെ ഡ്രൈവ് ഉള്ളൂ. ഞാൻ പോയനല്ലോ. അതെ, ഞാൻ പറഞ്ഞതല്ല, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. അണ്ണ വന്നു തോന്നുന്നു. മീനാക്ഷി മീനുമാവ് പാക്കല അയ്യാ. പ്ലാറ്റ്ഫോമിൽ തേടി പാത്തു, എല്ലാ இடத்துலயும் தேடி பார்த்தாச்சு. ഭഗവാനെ, എന്റെ കുഞ്ഞു പിന്നെ എവിടെ പോയി? ഫോണിൽ കൂപ്പിട്ട് பார்த்தா സെൽഫോൺ സ്വിച്ച് ഓഫ് பண்ணிருக்கு. കടവുളെ, മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു അവകാശി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവോ? இந்த தோல் மசில்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சி தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா, நான் மீனு அக்காவு கிட்ட போகட்டுமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லையாடி? எல்லாம் படிச்சாச்சு. ஃபர்ஸ்ட் கிளாஸ் கிடைக்கும். ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்போ. மீனாட்சி வந்தா உடனே போய் ஒட்டிக்குவா. சக்கரை பார்த்தா ஈ மாதிரி. அது அன்படி அன்பு. அம்மா எங்கடி? அப்பாவை என்ன தேய்ச்சிட்டு இருக்காங்க? അതെ, എണ്ണയിട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയാ, വന്ന് കുളിക്കാൻ നോക്കാം. கேட்டீங்களா அத்தா? நான் எது செஞ்சாலும் அக்காக்கு பிடிக்காது. எனக்கு பிடிக்கும், அது போறாதா? அது போதும் அத்தா. மச்சான், யாரது? என்னடா மாரியப்பா, ஒரு வாரமா இந்த பக்கம் காணோம். மச்சான மறந்துட்டியா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகோஸ் இது கொஞ்சம் கூட சரியில்லை. கோல்டு. என்னடா, நான் இவருக்கு என்ன போடுறது உனக்கு பிடிக்கலையா? அது இல்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் செய்யறது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஆர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா, எல்லாம் என் தங்கச்சி தேவநாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நாய் நீ எப்படி முழிக்க மச்சா? முழிக்கிறதா வருது, கிழிக்கிறதா வருது. டாய், புலி பதுங்கிறது எதுக்கு? பாயறதுக்கு தான்.
நம்ம சரவணன் மீனாட்சி கழுத்துல தாலி கட்டட்டும். பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவனாகி முன்னோட்டு வைக்க மாட்டேன். சின்ன വയസ്സിലെ അണ്ണ ரொம்ப பயந்தாവ ആൾക്ക്. അല്ല നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നാലേ വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയിന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറുന്നത്. അല്ല പുന്നാര മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നേ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല എന്താ നിന്റെ കയ്യില്? വരല് അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? അത് വന്ന് വേണ്ട വേണ്ട ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ஏன் தம்பி இங்க வருவா போவா அது கேக்குறதுக்கு இங்க யாருக்கும் அவகாசம் இல்ல. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ട് കണക്കാ. ഞാൻ പല പ്രാവശ്യം കൂട്ട സൊന്നെ. ഞാൻ പല പ്രാവശ്യം കൂട്ട സൊന്നെ. ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്ക്കൊന്നും വേണ്ട. പോടാ വിളിയെ. ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി മച്ചാ. ചാവുറാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് മുമ്പ് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്ക്, നീ തുടക്കി. വാ முத்துப்பாண்டி என்னால தாங்க முடியலடா. மனசுக்குள்ள எவ்வளவு வேதனை இருக்குன்னு தெரியுமா? என்னன்னா இந்த மாதிரி எங்களுக்கு ஐடியா சொல்லி கொடுக்குற நீங்களே இப்படி மனசு உடைஞ்சு போலாமா? ஆமா அண்ணே. மீனாட்சி எனக்கு பொண்டாட்டியாக வர்றது எவ்வளவு நாளா கனவு கண்டுட்டு இருக்குன்னு தெரியுமா? அவளை தூக்கிட்டு வாங்கண்ணே. யாருக்கும் தெரியாம அந்த ஏகாம்பரநாதர் கோவிலுக்கு கொண்டு தாலி கட்டிடலாம். கெட்டு வேண்டாம், நேரம் வரட்டும். முதல்ல மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய இங்க எவனும் வரக்கூடாது. நீங்க தைரியமா இருங்கண்ணே. எந்த மலையாளத்தானும் இந்த காஞ்சிபுரம் பார்டர்ல கால் எடுத்து வைக்க மாட்டான். ஆமா, நம்ம கிட்ட ஆள் இருக்கண்ணே. வெட்டி புதைக்க சொன்னா போதும், புதைச்சிடுவேன். முதல்ல அதை செய், பாக்கி அப்புறம் பாத்துக்கலாம். വേഗം ആവട്ടെ, ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലടേ. ഇതൊരു തുടക്കം മാത്രം. ഓ രണ്ട് ചമ്മി കുറുക്ക ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കയറ്റിപ്പിടി അണ്ണ. അമ്മമാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറകില്. അവന്മാര് പോട്ടടാ, പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം.